ശ്രീ എം ആർ അഭിലാഷ്, കോടതിയുടെ ഈ ഒരു നടപടിയുടെ പൂർണ്ണരൂപം അത് എങ്ങനെയാണ്? സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇനി നിയമപരമായി മുന്നോട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒരു ഭരണഘടനാ വ്യവസ്ഥയോട് തന്നെ ചെയ്യുന്ന ഒരു വഞ്ചനയാണ് തസ്തികകൾ ഇങ്ങനെ സൃഷ്ടിച്ച് ആശ്രിത നിയമനം ഒരു 5 വർഷത്തേക്ക് മാത്രം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകനോ മകൾക്കോ കൊടുക്കുക എന്നത് 5 വർഷം കാലം മാത്രം ആ പ്രാതിനിധ്യം നിലനിൽക്കുമ്പോൾ അതിനുള്ളിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ജീവിതകാലം മുഴുവൻ പൊതു ഖജനാവിൽ നിന്നും അങ്ങനെ ഒരു വ്യക്തിക്ക് തൊഴിൽ കൊടുക്കുക എന്ന് പറയുന്നത് ജനപ്രാതിനിധ്യത്തെ ഒരു തൊഴിലാക്കി പരിമിതപ്പെടുത്തുന്നതിന് തുല്യമാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവ് തീർച്ചയായിട്ടും നിയമവാഴ്ച ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഉത്തരവാണ് എന്ന് മാത്രമല്ല, തോന്നുന്ന രീതിയിൽ ഭരണം നടത്തി പൊതുഖജനാവിന് ഭാരം സൃഷ്ടിക്കുവാൻ ഇങ്ങനെയുള്ള തസ്തികകൾ സൃഷ്ടിച്ച് നിയമവിരുദ്ധമായിട്ട് ഭരണഘടനയുടെ 16-ാം വകുപ്പിന് വിരുദ്ധമായിട്ടുള്ള രീതിയിൽ സമത്വാവകാശവും പൊതു തൊഴിലിലെ സമത്വാവകാശവും ഒക്കെ നിഷേധിച്ചുകൊണ്ട് ഇത്തരത്തിൽ തസ്തികകൾ സൃഷ്ടിച്ച് ഇഷ്ടപ്പെട്ടവർക്ക് നൽകുന്ന ആ ഒരു പ്രവണതയ്ക്കേറ്റ ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് സുപ്രീം കോടതി ഈ വിധിയിലൂടെ, ഇതിന്റെ ഉത്തരവിലൂടെ കൈവന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും സ്വാഗതാർഹമായിട്ടുള്ള ഉത്തരവാണ്. ഈ ഉത്തരവ് സ്വാഗതാർഹമാണ്. അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും നടപടി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും? അതായത് ആശ്രിത നിയമനം നൽകിയതിലും ഒപ്പം തന്നെ അദ്ദേഹം വാങ്ങിയിട്ടുള്ള ശമ്പളം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ല. അതിലേതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകുമോ? അതിനുള്ള സാധ്യതയാണ്. ഇപ്പൊ സുപ്രീം കോടതിയിൽ 17 കോടതികളുണ്ട്. ഈ വാർത്ത ഇപ്പോഴാണ് എനിക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലായത്. പക്ഷേ അങ്ങനെ ഒരു അഡ്മിഷൻ സമയത്ത് ഒരു കേസ് തള്ളുന്ന സമയത്ത് അങ്ങനെ മറ്റു കാര്യങ്ങളൊന്നും നിരീക്ഷിക്കാറില്ല സാധാരണ രീതിയിൽ. എന്ന് മാത്രമല്ല, അപ്പീൽ തള്ളിക്കഴിഞ്ഞ് അതിന്റെ പുറത്തൊരു അന്വേഷണമൊന്നും ഉണ്ടാകുന്ന ഒരു പതിവ് അല്ലെങ്കിൽ അങ്ങനത്തെ പ്രവണത സുപ്രീം കോടതി ഉത്തരവുകളിലില്ല. അതുകൊണ്ട് ഇത് അപ്പീൽ തള്ളിയതായിട്ട് മാത്രം കണക്കാക്കുന്നതായിരിക്കും അതിനകത്ത് നിയമപരമായിട്ട് ശരിയായിട്ടുള്ളത്. ശരി. എം ആർ അഭിലാഷ്, സുപ്രീം കോടതി അഭിഭാഷകനാണ് പ്രതികരിച്ചത്. നന്ദി. പൊതുമരാമത്ത് വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിക്കൊണ്ടായിരുന്നു ആർ പ്രശാന്തിന്റെ നിയമനം. അത് വലിയ തോതിൽ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു, വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. ഒപ്പം തന്നെ കെ രാമചന്ദ്രൻ നായരുടെ വായ്പാ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എഴുതിത്തള്ളിയതും ആ തുക ഉപയോഗിച്ചുകൊണ്ട് വീട്ടിയതും ഒക്കെ വലിയ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ഈ തരത്തിലുള്ള നടപടി ഉണ്ടാകുന്നത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാകുന്നു. ബി ബാലഗോപാൽ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ബാലു, കോടതി നടപടിയുടെ പൂർണ്ണ രൂപം എങ്ങനെയാണ്? സർക്കാരിന് ഇതിൽ എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ട് പോകാനാകുക? അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി. കോടതിയിൽ ഇന്ന് വലിയ തോതിലുള്ള വാദപ്രതിവാദങ്ങളൊന്നും നടന്നില്ല. കാരണം കേരള ഹൈക്കോടതി നേരത്തെ ഈ നിയമനം റദ്ദാക്കിയിരുന്നു. പിന്നീട് കോടതിക്ക് പരിശോധിക്കേണ്ടതായിട്ടുള്ള 2 കാര്യങ്ങളായിരുന്നു. ഒന്ന്, ഈ പൊതു താൽപര്യ ഹർജിയിൽ ഇത്തരത്തിൽ നിയമനം റദ്ദാക്കുന്നതിനുള്ള അധികാരം സർക്കാരിനെ സംബന്ധിച്ചുണ്ടോ, അതുപോലെ തന്നെ ഈ നിയമനം റദ്ദാക്കുന്നതിനുള്ള അധികാരം കോടതിക്കുണ്ടോ, അതുപോലെ ഈ പ്രത്യേക അധികാരങ്ങൾ ഉപയോഗിച്ച് ഇതുപോലെ ആശ്രിത നിയമനം MLA-മാരുടെയും മറ്റും മക്കൾക്ക് ആശ്രിത നിയമനം നൽകുന്നതിന് ഉള്ള അധികാരമുണ്ടോ? ഈ 2 കാര്യങ്ങളിൽ മാത്രമായിരുന്നു ഈ സുപ്രീം കോടതിക്ക് പരിശോധിക്കേണ്ടതായി ഉണ്ടായിരുന്നത്. കേസ് എടുത്തപ്പോൾ തന്നെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഇത്തരത്തിൽ ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് ശരിയാണെന്നും അതിൽ തങ്ങൾ ഇടപെടുന്നില്ല എന്നും വ്യക്തമാക്കുകയാണ് ചെയ്തത്. തുടർന്നാണ് അദ്ദേഹം MLA-മാരുടെ മക്കൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ആശ്രിത നിയമനം നൽകാൻ വേണ്ടി കഴിയുക എന്നൊരു നിരീക്ഷണവും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പക്ഷേ ഈ നിയമനം ലഭിച്ച അദ്ദേഹം ഇത്രയും കാലം ജോലി ചെയ്തിരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ശമ്പളം മക്കൾക്കും ഈ തരത്തിലുള്ള ആശ്രിത നിയമനമൊക്കെ നൽകുന്ന ഏത് തരത്തിൽ എന്നുള്ളത് തന്നെയാണ് ചോദ്യം ചെയ്യപ്പെട്ടത്. അതിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഈ ഹൈക്കോടതി ആശ്രിത നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി വിധിയെ അതിനെതിരായിട്ടുള്ള ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്.